ഹായ് ഫ്രണ്ട്സ്, കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസ്പോർട്ട് ഓൺലൈൻ അപേക്ഷയിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. പുതിയ പാസ്പോർട്ട് അപേക്ഷ, റിന്യൂവൽ, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള PCC, സർനെയിമും ഗിവൺ നെയിമും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. കേരളം ഓൺലൈൻ പാസ്പോർട്ട് എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ നൂറുകണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാസ്പോർട്ട് അപേക്ഷയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കേരളം പാസ്പോർട്ട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ പാസ്പോർട്ട് അപേക്ഷ, പാസ്പോർട്ട് പുതുക്കൽ, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള PCC തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അപേക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുന്നതിനായി തിരഞ്ഞെടുക്കേണ്ടുന്ന അപ്പോയിൻമെൻറ്റ് ലഭ്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ നോക്കേണ്ടുന്നത് ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി എന്നുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടത്. നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്ക് കേരളത്തിൽ 3 RPO റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളാണുള്ളതെന്ന് നമുക്ക് കാണാം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയാണ് ആ 3 ഓഫീസുകൾ. കേരളത്തിലെ 14 ജില്ലകളിലെയും പാസ്പോർട്ട് അപേക്ഷകർ ഈ 3 ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ടുന്നത്. നിങ്ങളുടെ ജില്ലയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ വീഡിയോ സർനെയിം ഗിവൺ നെയിം എന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഞാനിവിടെ തിരുവനന്തപുരം തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെയുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിൽ പാസ്പോർട്ട് അപേക്ഷയ്ക്ക് റിന്യൂവൽ എന്നും നോർമൽ എന്നും 2 കാറ്റഗറികളുണ്ട്. അതുപോലെ PCC എന്ന മറ്റൊരു കാറ്റഗറിയുമുണ്ട്. റിന്യൂവലിനും നോർമലിനും ഉള്ള ഡേറ്റുകൾ, അതേപോലെ PCCക്ക് ഉള്ള ഡേറ്റുകൾ, എത്ര സ്ലോട്ടുകൾ ലഭ്യമാണ്, ഡേറ്റുകൾ ഏതൊക്കെ അവൈലബിൾ ആണ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ തൽക്കാൽ പാസ്പോർട്ടിൻ്റെ നേർക്ക് അവൈലബിൾ ടിൽ 25/7 എന്ന് കാണിച്ചിരിക്കുന്നത് കാണാം. ഇത് 20-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തൽക്കാൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 ID പ്രൂഫുകൾ, 3 പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് 2000 രൂപ എക്സ്ട്രാ അടച്ച് 3500 രൂപയാകും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നതിനാണ് തൽക്കാൽ എന്ന് പറയുന്നത്. ഇതിൽ പുതിയ പാസ്പോർട്ടിനും റിന്യൂവലിനും നമുക്ക് തൽക്കാൽ കാറ്റഗറിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കും. ഇവിടെ ഇപ്പം കൊല്ലം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെയാണ് 25 വരെ ബുക്കിംഗ് ആണെന്ന് കാണിക്കുന്നത്. തൊട്ട് താഴോട്ട് ബാക്കിയുള്ളതിൻ്റെയൊക്കെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകൾ PCCയുടെയും ഒക്കെ കാണിച്ചിരിക്കുന്നതും കാണാം. ഇവിടെ 25 വരെ ബുക്കിംഗ് ആണെന്ന് കാണിച്ചിരിക്കുന്നത് കാരണം ഇനി അതിൻ്റെ വിശദാംശം നോക്കാം. ഇവിടെ തൽക്കാൽ, നോർമൽ, PCC തുടങ്ങിയായിട്ടൊക്കെ ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ കടക്കാത്തത്. നമ്മളിപ്പം ഹോം പേജിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇടത് സൈഡിൽ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ നോർമൽ, തൽക്കാൽ, അപ്പോയിൻമെൻറ്റ് ഓപ്പണിംഗ് ടൈം എന്നും കൊടുത്തിരിക്കുന്നത് കാണാം, ന്യൂ എന്നും പറഞ്ഞ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഓരോ പാസ്പോർട്ട് ഓഫീസിലെയും, റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെയും, തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി എന്നീ 3 പാസ്പോർട്ട് ഓഫീസിലെയും പാസ്പോർട്ട് നോർമലും തൽക്കാലും ഓപ്പണിംഗ് ടൈം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് കൊച്ചിക്ക് നേർക്ക് നോർമൽ 13 എന്ന് പറഞ്ഞാൽ 1 മണിയാണ് ഉച്ചയ്ക്ക്. അതുപോലെ തൽക്കാലിൻ്റെ അപ്പോയിൻമെൻറ്റ് സമയം 13:30, അതായത് ഉച്ചയ്ക്ക് 1:30 എന്നും കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് ഈ കൊച്ചിൻ പാസ്പോർട്ട് ഓഫീസിന്, റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ വരുന്ന എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെയും സമയമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സമയം മുതൽ മാത്രമേ നമുക്ക് പാസ്പോർട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കൂ എന്നതാണ്. അതിനും വിഷയങ്ങളുണ്ട്, അതിലേക്കാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നോർമൽ പാസ്പോർട്ടിന് കൂടുതൽ സ്ലോട്ട് ഉണ്ടായതുകൊണ്ട് നോർമലിന് ഈ ഒരു നിയമം ബാധകമല്ല. തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ, മറ്റുള്ള RPOയുടെ കീഴിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ തൽക്കാലിന് ഈ പറഞ്ഞ സമയം ബാധകമാണ്. പക്ഷേ നോർമലിനും PCCക്കും ഈ ഒരു സമയം ബാധകമല്ല. തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ മറ്റ് 2ഇടത്തും ഇത് തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി ബാക്കിയുള്ളിടത്തെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഇനി മറ്റ് 2 റീജിയണൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് നോർമലാണ് 7 മണി തൊട്ട് ആരംഭിക്കുമെന്ന് കൊടുത്തിരിക്കുന്നത്. 19 എന്ന് പറഞ്ഞാൽ 7ആണ്. തൽക്കാൽ 1:30, 13:30 ആരംഭിക്കുന്നത്. ട്രിവാൻഡ്രത്തിന് കീഴിൽ വരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ നോർമൽ 22, അതായത് രാത്രി 10 മണിക്കും തൽക്കാൽ ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 12:30 ഇവിടെ കാണാൻ സാധിക്കും.
ഇവിടെയൊന്നും നോർമലിനും PCCക്കും ഈ ഒരു ടൈം ബാധകമല്ല, മറ്റുള്ളിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ തൽക്കാലിന് ഈ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയാണ് മറ്റൊരു വിഷയമുള്ളത്. ഇതുപോലെ റെയിൽവേയുടെ തൽക്കാലം ഓപ്പണിംഗ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, വലിയ വിഷയമാണ്. ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അതുപോലൊരു സാഹചര്യമാണ് ഇവിടെയും ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് കാണിച്ചല്ലോ, കൊല്ലം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ 25 വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 20-ാം തീയതിയാണ് നോക്കിയത്. അതിന് അർത്ഥമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുത്താൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 നോക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ റെയിൽവേക്കാണെങ്കിൽ തൊട്ട് തലേ ദിവസമാണ് തൽക്കാലം നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 2-3 ദിവസം മുന്നേ, ഇപ്പോൾ നമുക്ക് 25-ാം തീയതിയാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ 22-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ശ്രമിച്ചെങ്കിലേ അത് കിട്ടൂ. അങ്ങനെ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല അങ്ങനെ ഉച്ചയ്ക്ക് 12:30 എന്ന് പറയുന്നത് 12:30 സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 12:33-35 ഈ ഉള്ള സ്ലോട്ടുകൾ, കുറച്ച് സ്ലോട്ടുകളേ ഉള്ളൂ തൽക്കാലം, 40, 80 അങ്ങനെയൊക്കെയാണ്. നോർമലാണെങ്കിൽ 400-ഉം 300-ഉം ഒക്കെ സ്ലോട്ടുകൾ കാണും. ഇവിടെ കുറച്ച് സ്ലോട്ടുകളേ ഉള്ളൂ. ആ സ്ലോട്ടുകൾ ഈ പറയുന്ന 2, 3, 5 മിനിറ്റിനുള്ളിൽ തീർന്നിരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതിന് നമ്മൾ ചെയ്യേണ്ടത് തുടർച്ചയായിട്ട് 2-3 ദിവസം നമ്മൾ മെനക്കെട്ടിരുന്ന് നോക്കേണ്ടി വരും. അതാണ്, അങ്ങനെയും കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ചോദിക്കും, ഇങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എമർജൻസിയാണ്, വിസ തീർന്നു പോകുന്ന കേസാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് ഈ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുണ്ടല്ലോ, ഓരോ സേവാ കേന്ദ്രത്തിന് ഒരു ഓഫീസുണ്ടല്ലോ, ആ RPOയിൽ നേരിട്ട് പോയി ഇതിൻ്റെ കാരണം നമ്മൾ അവിടെ കാണിക്കണം. അപ്പം വിസ തീർന്നു പോകുന്നതാണെങ്കിൽ അത് പഴയ വിസ കാണിച്ച് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തൽക്കാലം പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. പക്ഷേ അതിനവിടെ തക്കതായ റീസൺ കാണിച്ച് വേണം നമുക്കവിടെ അങ്ങനെ ബുക്ക് ചെയ്യാൻ. അതേ ഉള്ളൂ ഇതിനകത്ത് വേറെ മാർഗ്ഗമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 3-4 ദിവസം ശ്രമിച്ച് കിട്ടുമോ എന്ന് നോക്കുക. ഇപ്പോൾ തൽക്കാലിൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെ ബുക്കിംഗ് നേരത്തെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മറ്റുള്ളതിനും ഭാവിയിൽ ഇങ്ങനെ ആക്കുമോ എന്നറിയത്തില്ല. നോർമലിൻ്റെ ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രിവാൻഡ്രം പാസ്പോർട്ട് സേവാ ഓഫീസിന് കീഴിലുള്ള സേവാ കേന്ദ്രങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. 2-3 ദിവസത്തിന് മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടെന്ന്. ബാക്കി കൊച്ചിയും കോഴിക്കോടത്തെയും കാര്യം ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അവിടെ ഇങ്ങനെ തന്നെയാണോ എന്ന്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.